2024 10ാം ക്ലാസ് ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ബി ആണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ. 12ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് നഗരപാലിക മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ്. 243A എന്ന് പറയുന്നത് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടതും 243K എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ 2022, സർവകലാശാല നിയമ ഭേദഗതി ബിൽ 2022, കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022, സർവകലാശാല നിയമ ഭേദഗതി ബിൽ 2021. ഇവിടെ 2021 സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനാണ് കേരള ഗവർണർ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് വെച്ചിട്ട് പ്രസിഡന്റിൽ നിന്ന് അനുമതി ലഭിച്ചത്. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. അപ്പോൾ ഏത് റിട്ടാണെന്നാണ് ചോദ്യം. മാൻഡമസ്, നിരോധനം, കോ വാറണ്ടോ, സാക്ഷ്യപത്രം. ഏതെങ്കിലും പൊതു അധികാരികൾക്ക് കടമ നിർവഹിക്കാനുള്ള ഉത്തരവെന്ന് പറയുന്നത് മാൻഡമസ് ആണ്. ടു ഡു യുവർ ഡ്യൂട്ടി, മാൻഡമസ്. ഭരണഘടന 105ാം ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ ഘടന, പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലിയിലും SC/ST സീറ്റുകളുടെ സംവരണം 70 വർഷത്തിൽ നിന്ന് 80 വർഷമായി നീട്ടുന്നതാണ് ഭേദഗതി. കൂടാതെ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളുമുള്ള ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കായി സംവരണം ചെയ്ത സീറ്റുകൾ നീക്കം ചെയ്യാനായി നിലവിലുള്ള സംവരണത്തിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരമാവധി 10% സംവരണവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ തസ്തികകളിൽ പ്രാരംഭ റിക്രൂട്ട്മെൻറ്റും ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 105ാം ഭേദഗതിയെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. മറ്റ് ഓപ്ഷൻസ് നോക്കാം. ഇത് 102ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് 104ാം ഭേദഗതിയാണ്. ഇത് 103ാം ഭേദഗതിയിലാണ് 10% EWS റിസർവേഷൻ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിർദ്ദേശക തത്വത്തിൻ്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വത്തിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ ഭരണഘടനയിലെ 15 വകുപ്പുകളല്ല 16 വകുപ്പുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം വരേണ്ടത്. പക്ഷേ PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? രാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്നും തന്നെയില്ല. രാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണോ എന്ന് ചോദിച്ചാൽ അംഗമല്ല. പക്ഷേ ഹീസ് ആൻ ഇൻ്റഗ്രൽ പാർട്ടെന്ന് പറയും. പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ പ്ലസ് പ്രസിഡൻറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ അംഗമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അംഗം അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി ഉപരാഷ്ട്രപതിയാവാൻ 35 വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്. സ്പീക്കർക്ക് വീറ്റോ അധികാരം ഇല്ല. വീറ്റോ അധികാരമുള്ളത് പ്രസിഡൻറ്റിന് മാത്രമാണ്. സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ടാണുള്ളത്. അതായത് വോട്ട് ചെയ്യുന്ന സമയത്ത് ടൈ വന്നു കഴിഞ്ഞാൽ, ഒരേപോലെ വോട്ട് വന്നു കഴിഞ്ഞാൽ
ഒരു വോട്ട് സ്പീക്കറിന് ചെയ്യാം. അത് സെക്കൻഡ് റൗണ്ടിലായിരിക്കും. അത് കാസ്റ്റിംഗ് വോട്ടെന്നാണ് അതിനെ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 6 തൊട്ട് 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ഇവിടെ തെറ്റായ പ്രസ്താവന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 to 14 വയസ്സാണ്, 18 വയസ്സല്ല. ബാക്കിയെല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1 ഉള്ളിയാണ് ആൻസർ വരുന്നത്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ഇവിടെ ഉത്തരത്തിൽ ശരിയായ പ്രസ്താവന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരി. ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ജഗ്ദീപ് ധൻഖർ, മുഹമ്മദ് ഹമീദ് അൻസാരി. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, പിന്നീട് ജഗദീപ് ധൻഖർ. ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹാവ് ദ ബോഡി എന്നാണ് ആ റിട്ടിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ശരീരം ഹാജരാക്കുക. ഓപ്ഷൻ 2 ആയിരിക്കും അതിന് മാച്ചാവുന്നത്. മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്. വി കമാൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിരോധനം, നിരോധിക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക. കോ വാറണ്ടോ. ഓൺ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൽ എന്നാണ് കോ വാറണ്ടോ എന്ന് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് വരുന്നതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഏത്? നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് എന്ന രീതിയിൽ നമുക്ക് 5 സർവീസുകൾ തന്നിട്ടുണ്ട്. ആ 5 സർവീസുകളെ എന്ത് ചെയ്യുക? തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം പറയാം. സംസ്ഥാന സർവീസാണ് വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. കേന്ദ്ര സർവീസാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അല്ലെങ്കിൽ തപാൽ സർവീസ് ആൻഡ് റെയിൽവേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ? 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ 3 ആണ്. 73ാം ഭേദഗതി നിലവിൽ വരുന്നത് 1993-ലാണ്. ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ വരുന്നത്. സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ 300A കീഴിലുള്ളൊരു ലീഗൽ റൈറ്റ് ആണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് 61ാം വകുപ്പാണ് വരുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226ാം വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾപ്പെടുന്നു? NHRCയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ അഖണ്ഡതയും മുൻവിധി കാണിക്കുക, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നു, ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷ അപകടത്തിലാക്കുക. ഇവിടെ മുകളിൽ പറഞ്ഞവയെല്ലാം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നിഷേധിക്കാവുന്നതാണ്. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്?
പൊതുവെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനായിരിക്കും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെങ്കിൽ പ്രസിഡൻറ്റിന് ഡയറക്റ്റ് ആയിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്നത്.